നമ്പർ സിസ്റ്റംസ് എന്താണെന്ന് നോക്കാം. നമ്പർ സിസ്റ്റംസ് എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് വാല്യൂസ് വിച്ച് ആർ യൂസ് ടു റെപ്രസെൻറ്റ് എ ക്വാണ്ടിറ്റി. അതിനാണ് നമ്പർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് വരുന്ന നമ്പർ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അവരുടെ ബേസ് എന്താണെന്ന് അറിയണം. പിന്നെ അതിൽ വരുന്ന ഡിജിറ്റ്സ്, നമ്പേഴ്സ്, കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. സോ ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വരുന്ന നമ്പർ സിസ്റ്റത്തിലേക്ക് നമുക്ക് പോവാം. അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് നമുക്ക് ബൈനറി, നെക്സ്റ്റ് ഒക്ടൽ, ദെൻ ഡെസിമൽ, ഡുവോ ഡെസിമൽ, ഹെക്സാ ഡെസിമൽ. നമുക്ക് അതിൻ്റെ ബേസ് നോക്കാം. ബേസ് എന്ന് പറയുന്നത് റാഡിക്സ് തന്നെയാണ് ബേസിന് പറയുന്നത്. അത് നമ്മൾ 6 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ബൈനറിയുടെ കേസിൽ 2, ഒക്ടൽ 8, ഡെസിമൽ 10, ഡുവോ ഡെസിമൽ 12, ഹെക്സാ ഡെസിമൽ 16. അപ്പം ഇനി നമുക്ക് ഇതിൽ ഓരോന്നിലും വരുന്ന ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 6 എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യാന്ന് പറഞ്ഞു. റാഡിക്സ് അല്ലെങ്കിൽ ബേസ് 6 വെച്ച് ഡിനോട്ട് ചെയ്യും. അപ്പം 0 മുതൽ R-1 വരെയുള്ള ഡിജിറ്റ്സ് നമ്പേഴ്സാണ് ആ ഓരോ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് ബേസ് വരുന്നത് 2 ആണ്. സോ 0 to 2 - 1, അതായത് 0 to 1. അപ്പം ഫസ്റ്റ് നമുക്ക് ബൈനറിയിൽ വരുന്നത് 0യും 1ഉമാണ് നമുക്ക് ബൈനറിയിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒക്ടലിൻ്റെ കേസിൽ 8 ആണ് വരുന്നത്. സോ 0 to 8 - 1, അതായത് 0 to 7 വരെയുള്ള നമ്പേഴ്സാണ് നമുക്ക് ഒക്ടൽ സിസ്റ്റം. നമുക്ക് 0, 1, 2, 3, 5, 5, 6, 7 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ഡെസിമൽ നോക്കാം. ഡെസിമലിൽ നമ്മുടെ ബേസ് വരുന്നത് 10 ആണ്. സോ 0 to 10 - 1, അതായത് 0 to 9 വരെയുള്ള നമ്പേഴ്സ്, 0 to 9 വരെയുള്ള നമ്പേഴ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡുവോ ഡെസിമൽ. ഡുവോ ഡെസിമലിൽ 0 to 12 - 1, അതായത് 0 to 11 വരെ ഉണ്ടായിരിക്കും. 0, 1, 2, 3 up to 9 വരെ എഴുതുക. 9ന് ശേഷം നമ്മൾ എഴുതുക. നമ്മൾ 2 ഡിജിറ്റ്സ് ആയിട്ട് എഴുതുക. ഡിജിറ്റിലൊക്കെ നമ്മൾ സിംഗിൾ ഡിജിറ്റ് ആയിട്ടാണ് പറയും. 11 B എന്ന് പറയും, 12 C, ദെൻ 13 D, 14 E, 15 F. സോ ഹെക്സാ ഡെസിമൽ, ഇപ്പോൾ ഡുവോ ഡെസിമലിൽ നമുക്ക് 0 to 11 വരെ ഉള്ളതിൽ നമ്മൾ 9 ശേഷം 10ഉം 11ഉം എയും ബിയും വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ഹെക്സാ ഡെസിമലിലാണെങ്കിൽ നമുക്ക് 16 ആണ് ബേസ്. സോ 0 to 16 - 1, അതായത് 15 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടായിരിക്കും. സോ 0 തൊട്ട് 9 വരെ നമ്മുടെ ഡെസിമൽ നമ്പേഴ്സ് എഴുതുക. അതിനുശേഷം ABCDEF ആണ് എഴുതുന്നത്. നമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. നമ്പർ സിസ്റ്റംസ് നമുക്ക് മെയിനായിട്ട് 2 ടൈപ്സ് ആണ് വരുന്നത്. വെയ്റ്റഡും അൺവെയ്റ്റഡ് നമ്പർ സിസ്റ്റംസ്. വെയ്റ്റഡ് ആൻഡ് അൺവെയ്റ്റഡ്. വെയ്റ്റഡിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഡെസിമൽ, ബൈനറി, ഒക്ടൽ, BCD സിസ്റ്റംസ്. അൺവെയ്റ്റഡിൽ വരുന്നതാണ് ഗ്രേ കോഡ്, XS3 കോഡ്സ് ഒക്കെ. കോഡ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ലേറ്റർ ക്ലാസ്സിൽ പറയാം. ഗ്രേ കോഡ്, XS3 കോഡൊക്കെ നമുക്ക് പിന്നെ ലേറ്റർ ഓൺ വീഡിയോസിൽ വരുന്നതാണ്. സോ നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെയ്റ്റഡ് എന്താണ്, അൺവെയ്റ്റഡ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ 7,392 എന്ന് പറഞ്ഞൊരു നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7,000 + 300 + 90 + 2 എന്ന് എഴുതാം. സോ 7, അപ്പോൾ നമുക്കതിനെ നമ്മളിതിൻ്റെ ഡെസിമൽ നമ്പറാണ്. സോ അതിൻ്റെ ബേസ് 10 ആണ്. സോ നമുക്ക് അതിൻ്റെ ബേസിൻ്റെ ഫോമിലേക്ക് റെപ്രസെൻറ്റ് 7 × 10⁻3, 3 × 10⁻2, 9 × 10⁻1, 2 × 10⁻0. സോ നമുക്ക് ഓരോ പൊസിഷന് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റിൽ 2 × 10⁻0, ദെൻ 10⁻1, ദെൻ 10⁻2, ദെൻ 10⁻3. അങ്ങനെ ഓരോ പൊസിഷനിലും 10ൻ്റെ വെയിറ്റ് വരികയാണ് ഓരോ പൊസിഷനിലും. അപ്പോൾ നമുക്ക് വെയ്റ്റഡ് നമ്പർ സിസ്റ്റം മീൻസ് ഇറ്റ് ഓൾ നമ്പർ പോസസ് വെയ്റ്റ്സ് ഓൺ ഇറ്റ്സ് പൊസിഷൻ, വെയ്റ്റ് ഓഫ് ഇറ്റ്സ് ബേസ്. സോ എന്നാൽ അൺവെയ്റ്റഡ് നമ്പർ സിസ്റ്റത്തിൻ്റെ കേസിൽ ഇങ്ങനെ ഇത് വരുന്നില്ല. നമുക്ക് ജസ്റ്റ് അവർ സ്പെഷ്യൽ മോഡലാണ് അത് എഴുതുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അതിന് വരുന്നതാണ് ഗ്രേ കോഡും XS3 സിസ്റ്റം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് 2 ആണ്, R = 2. അപ്പോൾ നമുക്ക് 0 to R-1 വരെ ഉണ്ടാവും. അതായത് 0 to 2 - 1, അതായത് 0 to 1, 0യും 1ഉം ആണ് ഉണ്ടാവുക. ഇനി നമുക്കിതൊരു വെയ്റ്റഡ് നമ്പർ സിസ്റ്റമാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ബൈനറി ഡിജിറ്റ്സ് 0യും 1ഉം ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ അങ്ങനെ നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. എക്സാമ്പിൾ എഴുതി 101010 എഴുതിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഓരോ പൊസിഷനും വെയിറ്റ് കൊടുക്കുക. അതിൻ്റെ ബേസ് 2 ആയതുകൊണ്ട് 2⁻0, ദെൻ 2⁻1, 2⁻2, 2⁻3, 2⁻4. അങ്ങനെ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ 2⁻0 കൊടുക്കും. നെക്സ്റ്റ് പൊസിഷൻ 2⁻1, അത് കഴിഞ്ഞ് 2⁻2, 2⁻3, 2⁻4, 2⁻5. അങ്ങനെ ഓരോ പൊസിഷനും നമ്മൾ വെയിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് വെച്ചാൽ നേരത്തെ എക്സ്പ്രസ് ചെയ്ത പോലെ പറയുകയാണെങ്കിൽ 1 × 2⁻5, അവിടുത്തെ ആ നമ്പറും അതിൻ്റെ വെയിറ്റും കൂടി 1 × 2⁻5, 0 × 2⁻4, then 1 × 2⁻3, 0 × 2⁻2, then 1 × 2⁻1, then 0 × 2⁻0. ബാക്കി ഞാൻ സോൾവ് ചെയ്ത് ഡെസിമൽ എഴുതിയെന്നുള്ളത് നമുക്ക് കൺവേർഷൻ നെക്സ്റ്റിൽ പഠിക്കാം. ഞാൻ ജസ്റ്റ് അതെങ്ങനെയാണ് വെയിറ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് മാത്രം ഇപ്പോൾ നോക്കിയാൽ മതി. സോ നമുക്ക് ഓരോന്നും അതിൻ്റെ ബേസിൻ്റെ വെയിറ്റായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അത് സോൾവ് ചെയ്ത് എഴുതിയതാണ്. താഴത്തെ ഡെസിമൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് 42 ആണ്. MSB എന്താണ്? LSB എന്ന് നോക്കാം. MSB എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ്. LSB എന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ്. അപ്പോൾ നമ്മളൊരു നമ്പർ താഴെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് 10101 എന്നാണ്. MSB എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനാണ്. റൈറ്റ് മോസ്റ്റ് പൊസിഷനാണ് നമ്മൾ LSB എന്ന് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് ബിറ്റ് നമ്മൾ B0, ദെൻ B1, ദെൻ B2, ദെൻ B3, B4 എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇത് നമുക്ക് ഈ നമ്പറിൻ്റെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 21 അത് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇതൊരു എക്സാമ്പിൾ എങ്ങനെ അത് വന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ L21 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ
എൽ എസ് ബി മാത്രം നമുക്ക് എൽ എസ് ബിയിൽ ആ ബിറ്റ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തു, ബാക്കി എല്ലാം സെയിം ആക്കി വെച്ചു. അപ്പോൾ എൽ എസ് ബി ചേഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് നമ്പർ വരും 10100 വരും. എൽ എസ് ബി പൊസിഷൻ മാത്രമാണ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ റൈറ്റ് മോസ്റ്റ് പൊസിഷൻ മാത്രം ചേഞ്ച് ചെയ്തു. സോ 10100 വന്നു. അത് നമ്മുടെ അതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 20 ആണ് അതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ എം എസ് ബി പൊസിഷൻ മാത്രം ചേഞ്ച് ചെയ്ത് ബാക്കിയെല്ലാം സെയിം ആക്കി വെക്കാം. എം എസ് ബി നമ്മൾ 1 ഉണ്ടായിരുന്നു, നമ്മൾ 0 ആക്കി, ബാക്കിയെല്ലാം 10101 എന്ന് പറയുന്നത് 5 ആണ്. എം എസ് ബി ചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയത് 5 ആണ്. സോ നമുക്ക് കണ്ടു നമ്മുടെ ആക്ച്വൽ വാല്യൂ 21 ആയിരുന്നു. ബട്ട് നമുക്കൊരു എറർ വന്നപ്പോൾ ഒരു എൽ എസ് ബി പൊസിഷനിൽ എറർ വന്നപ്പോൾ നമുക്ക് വന്നത് 20 ആണ്. അതായത് നിയർലി സെയിം വാല്യൂ. പക്ഷേ നമുക്ക് എം എസ് ബി പൊസിഷനിൽ ചേഞ്ച് വന്നപ്പോൾ നമുക്ക് 5 വന്ന് 16 ആണ് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് അവിടെ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയാം. കാരണം അവിടെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഹൈ ആയിട്ടുള്ള ഒരു എററായിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. എന്നിട്ട് എൽ എസ് ബിയിൽ ഒരു ചേഞ്ച് വരുന്നത് നമുക്ക് റൈറ്റ് മോസ്റ്റ് പോയിന്റിൽ ഒരു ചേഞ്ച് വരാൻ നമുക്ക് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, അതായത് 21 എന്നുള്ള 20 ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. 001 9 എന്നുള്ള നമ്പർ നമുക്ക് നോക്കാം. അതിൻ്റെ എൽ എസ് ബി എം എസ് ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. എം എസ് ബി ചേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടുക 0001 ആണ്. സോ 9 എന്നുള്ളത് 1 ആയി. ഇനി നമുക്ക് എൽ എസ് ബി ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1000 കിട്ടും. ദാറ്റ് ഈസ് 8 തന്നെ. ബാക്കി എല്ലാം സെയിം ആക്കി വെച്ചാൽ 8 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എം എസ് ബിയിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ 8 ആണ് എറർ വരുന്നത്. എന്നാൽ എൽ എസ് ബിയിൽ ഒരു ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എറർ 1 ആണ്. സോ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. കാരണം അതിലൊരു എറർ വന്നു കഴിഞ്ഞാൽ ഹെവി എറർ. നമ്മൾ ബൈനറി സിസ്റ്റത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് 0യും 1 ആണ്. അത് നമ്മൾ ബിറ്റ് എന്ന് പറയും. ഇനി 4 ബിറ്റ്സ് ചേർന്ന് അതിന് 1 നിബിൾ എന്ന് പറയും. 8 ബിറ്റ്സ് ആണെങ്കിൽ അതിന് നമ്മൾ 1 ബൈറ്റ് എന്ന് പറയും. ഇനി 16 ബിറ്റ്സ് ചേർന്ന് കഴിഞ്ഞാൽ അതിന് 1 വേർഡ് എന്ന് പറയും. അതായത് 2 ബൈറ്റ്സ്. 1 വേർഡ് മീൻസ് 2 ബൈറ്റ്സ് ആണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് 32 ബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ 1 ഡബിൾ വേർഡ് എന്ന് പറയും. അതായത് 4 ബൈറ്റ്സ് വരുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.